സ്വന്തം മക്കൾ അതാ മാതാവിനെ അതാ കൊല്ലുകയാണ്. വല്ലാത്ത അവസ്ഥയിലേക്ക് ലോകം മാറുകയാണ്. ഖിയാമത്ത് നാളാകുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതാണ്, അതേ മുൻഗാമികളെ കുറ്റം പറയുന്ന കാലം വരുമെന്ന്, മുൻകഴിഞ്ഞ അയിമത്തുകളെ കുറ്റം പറയുന്ന കാലം വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി റസൂലുള്ളാഹി പറയുകയാണ്, അവസാന കാലമാകുമ്പോൾ കൂട്ടുകാരെയും പഠിപ്പിക്കുന്ന കാലം വരും, മാതാപിതാക്കളെ തള്ളുന്ന കാലം വരുമെന്ന്, കള്ളം പറയാത്ത വിശ്വനായകരെ താജിദാരെ മദീന, നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു. ഇന്ന് മാതാപിതാക്കൾ സഹനങ്ങൾ പോകുന്ന കാലമാണ്, തിരിഞ്ഞു നോക്കാത്ത കാലമാണ്. ഇത്ര മാതാപിതാക്കളാ ദുരന്തഭൂമിയിൽ വല്ലാതെ ദുരന്തം അനുഭവിച്ചുകൊണ്ട് നീങ്ങപ്പെടുന്നത്. സ്വന്തം മക്കളെ കുറ്റം പറയാതെയും കുറവുകൾ പറയാതെയും മോശപ്പെടുത്താതെയും സമൂഹത്തിനിടയിൽ മോശപ്പെടുത്തി അവഹേളിക്കാതെയും മുന്നോട്ട് പോകുന്ന എത്ര ഉമ്മമാരുണ്ട്, എത്ര ഉപ്പമാരുണ്ട്. വളരെ ഗൗരവമായി ചിന്തിക്കണം. അവനെ ഗൗരവമായി കൊല്ലപ്പെടുകയാ. മനുഷ്യ മനസ്സുകളിൽ പോലും വല്ലാതെ വേദനയുണ്ടാക്കുന്ന സാഹചര്യങ്ങളല്ലേ. ഒന്ന് പ്രസവിച്ച് 9 മാസത്തോളം 10 മാസത്തോളം വേദനകളുടെ ഉള്ളറകൾ മുഴുവനും തിന്നുകൊണ്ട് ജീവിച്ച, ആ ജീവിപ്പിച്ച് തനിക്ക് പാല് കൊടുത്ത, അന്നം കൊടുത്ത, ഉറക്കാൻ സ്ഥലം കൊടുത്ത സ്വന്തം പിതാവിനെയും മാതാവിനെയും കൊല്ലുന്ന കാലമല്ലേ. റസൂലുള്ളാഹി പറഞ്ഞതാണ്, അവർ നിങ്ങളുടെ സ്വർഗവും നരകവുമാ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വർഗം പടിയുന്നവരാകട്ടെ, മക്കള് നരകം പടിയുന്നവരാകണോ? ഇന്നതാ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു സമൂഹമായി നമ്മുടെ യുവാക്കളും കുട്ടികളും അങ്ങനെ മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. വല്ല ഗൗരവത്തോടെ ചിന്തിക്കണം സഹോദരങ്ങളെ. മാതാപിതാക്കളുടെ വൃത്തങ്ങൾക്ക് 2 ലോകവും നഷ്ടമോ? അതുകൊണ്ട് ഗൗരവമായി ഞങ്ങൾ ചിന്തിക്കണം. മാതാപിതാക്കളുള്ളവർ ചിന്തിക്കണം. മൺപറഞ്ഞു പോയവര്, അവർ മൺപറഞ്ഞു പോയില്ലേ, അവിടെ അവസാനിച്ചില്ലേ എന്ന് ചിന്തിക്കാതെ അവർക്ക് നല്ല രീതിയിൽ നന്മ ചെയ്ത് അവരോട് ഇസ്തിഗ്ഫാർ നടത്തി പൊറുക്കല്ല ചെയ്യുന്നു. അല്ലാഹുവിന്റെ നാളെ സ്വർഗ്ഗം കരസ്ഥമാകുന്ന ആ സ്വർഗ്ഗം പണിയുന്ന യുവാക്കൾ മക്കളിൽ നമ്മളെ പെടുത്താൻ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്ന, അതിന് പണിയെടുക്കുന്നവരാകട്ടെ.